ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കെട്ടിൻ്റെ വീട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ 5:45 നീച്ച് വാതിലൊക്കെ തുറന്ന് പോയി പല്ല് മുറക്ക് തേച്ച് നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ടോ. വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ചെന്നപ്പോൾ പിന്നെ കൂട്ടാനൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. ചോറും കൂട്ടാനൊക്കെ നോക്കും അരിഞ്ഞെടുക്കുന്ന കലാപരിപാടികളൊക്കെ എനിക്കാട്ടോ. അപ്പോൾ അങ്ങനെ തൊലിയൊക്കെ ചെത്തിയിട്ട് ഇങ്ങനെ മീഡിയം സൈസ് വലുപ്പാക്കിയിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ അധികം തേങ്ങ അരച്ചിട്ട് തന്നെ കേട്ടോ കറി വെക്കൽ. എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ തേങ്ങ അരച്ച കറി, പക്ഷെ ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം. ഞാൻ എൻ്റെ പറ്റിയിൽ അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ തേങ്ങ അരച്ച കറി അറിയില്ല, ആകെ കുമ്പളങ്ങ കറി വെക്കുള്ളൂ. ഇവിടെ പക്ഷേ എന്നും തേങ്ങ അരച്ച കറി തന്നെ ആവും കേട്ടോ. ഇവിടെ പൊതുവേ അങ്ങനെ ആയിട്ടല്ലോ എടുത്തു. പിന്നെ ഇങ്ങനെ അതിലേക്കുള്ള തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് രാവിലേക്കൊക്കെ പട്ടാണിക്കടലയിട്ട കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് കൊടുക്കാം കേട്ടോ. ഇത് വലിയ ക്ലിയർ ഇല്ലാത്ത എന്താ വെച്ചാൽ രാവിലെ എടുക്കുന്ന വീഡിയോ ആയോട്ടോ കേട്ടോ. ഞാൻ അടുക്കളയിലത്തെ ലൈറ്റ് മാത്രമല്ലേ ഉള്ളൂ, ചെറുതായിട്ട് വെളിച്ചം വെച്ചൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തായാലും പട്ടാണിക്കടലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് മസാല ഒക്കെ ഇട്ടെടുത്തിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ടോ. പിന്നെ അതിങ്ങനെ വേവണ നേരം കൊണ്ട് പാത്രങ്ങളൊക്കെ എടുത്ത് മൂറിയൊക്കെ പോയിട്ടോ. പാത്രങ്ങൾ പിന്നെ നമ്മൾ പൊതുവെ പെണ്ണുങ്ങൾക്ക് ഇത് വെച്ചുണ്ടാക്കാത്തത് പാത്രം മുറത്തിൻ്റെ ഒരു പരിപാടിയാണല്ലോ. അങ്ങനെ പാത്രങ്ങളൊക്കെ അപ്പക്കത്തെ പരിപാടിക്കത്തെ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ മൂറിയൊക്കെ കിട്ടോ. അവിടെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ തേങ്ങ ചിരകണ്ടായിരുന്നു കേട്ടോ. ഈ വെള്ളരിക്ക കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ ചിരകി കൊടുത്തിട്ടോ. അങ്ങനെ 3 തേങ്ങ മുറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ 3 തേങ്ങ മുറി ഇതേമാതിരി ചിരകി കൊടുത്തു. പിന്നെ അതിലേക്ക് അരക്കാൻ വേണ്ടിയിട്ടുള്ള ചെറുള്ളിയൊക്കെ ഉള്ളി തൊളിച്ച് കൊടുത്തിട്ടോ. പിന്നെ അത് അരക്കണ കൊടുത്തു കൂടി നമ്മട്ട് അരച്ചോളും. ഞാൻ പിന്നെ പച്ചക്കറീൻ്റെ തൊലികളൊക്കെ ഒരു പാത്രത്തിലിട്ട് എന്നിട്ട് പിന്നെ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ചെടിക്ക് ഇട്ട് കൊടുക്കലാട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചെടി നനക്കുമ്പോൾ അത് അതിൽ കടന്ന് ചെയ്യുമ്പോൾ നല്ലൊരു വളമല്ലോ, ഈ ഉള്ളിത്തോലൊക്കെ നല്ല വളമല്ലോ. പിന്നെ ഒരു ചെടി കുഴിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുഴിച്ചിട്ടിട്ടോ. ചെടി കുഴിച്ചിട്ടതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ മുറ്റടിച്ച് വരാൻ വേണ്ടി നിൽക്കണം. പിന്നെ മഴയൊക്കെ പെയ്തിട്ട് ചെറുതായിട്ട് പുല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ പറിച്ചിട്ടെടുത്ത് പിന്നെ എത്ര പറിച്ചിട്ടാലും മഴയല്ലേ ഇപ്പോൾ, പിന്നെ അതേമാതിരി മുളക്കല്ലോ. പിന്നെ ഈ കാണുന്ന മരം മാതിരി നിൽക്കണൊക്കെ എന്താ വെച്ചാൽ നീലാമ്പരി കേട്ടോ. നമ്മൾ എണ്ണയൊക്കെ കാച്ചുമ്പോൾ മുടിയൊക്കെ കറുപ്പിച്ചിട്ട് ചെടി കേട്ടോ. ഈ മുല്ലപ്പൂ ചെടിയൊന്നും ഞങ്ങൾ നോക്കൽ പോലും ഇല്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല ഉഷാറിൽ തെളുത്ത് വന്നിക്കണം. മറ്റേ പ്ലേയിലൊക്കെ ആയിട്ടാണ് വെള്ളം നനച്ചിരുന്നുള്ളൂ. ഇപ്പോൾ തുരുതുരുന്നേരം മുട്ടിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പക്കാലൊക്കെ ഓർമ്മ വന്നു. പിന്നെ എന്ത് പരിപാടി ഉണ്ടാകുമ്പോൾ ഞാൻ ഇവിടെ ലാലുവിനെ കൊണ്ട് കൊണ്ടുവച്ചിട്ടാണ്. തിരൂരൊക്കെ നല്ല വില കുറവാട്ടോ മുല്ലപ്പൂവിന്. എനിക്ക് പിന്നെ ചെറുപ്പം മുതലേ മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന ടൈമിലൊക്കെ നമ്മൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കാൻ നിൽക്കില്ല. കാരണം എനിക്ക് മുല്ലപ്പൂ കിട്ടിയാലേ ഞാൻ നിൽക്കുള്ളൂ. ലാസ്റ്റ് എൻ്റെ ഇപ്പോൾ പുതിയണ്ണിൻ്റെ തലേന്ന് മുല്ലപ്പൊക്കെ പൊട്ടിച്ചെന്നിട്ടേ ഇതിനൊക്കെ ഫോട്ടോ എടുക്കാൻ നിർത്തിയെന്നുള്ളൂ കേട്ടോ. അത്രക്കും ഇഷ്ടമായിട്ട് എനിക്ക് മുല്ലപ്പൂ. എവിടെ പോയാലും കണ്ടാലും ഇപ്പോൾ വേഗി തന്നീന്ന് കേട്ടോ. പിന്നെ അതൊരു ചെടിയാട്ടോ, എന്ത് പൂവാണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മളിങ്ങനെ പെരൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്ന ഐറ്റം ചെടി ഉണ്ടല്ലോ, അതിന് പൂവൊക്കെ ഇട്ടിക്കണം കേട്ടോ. ഇതായിട്ട് ഞാൻ പറഞ്ഞ നീലാമ്പരി, ഇതാണ് അതിൻ്റെ വിത്ത്, ഈ കാപ്പി കളറായിട്ട് നിൽക്കുന്നത്. ഇത് നമ്മളെ പയറ് മാതിരി കേട്ടോ. പൊട്ടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കടുകുമണി മാതിരി ചെറിയ കുരുവളം, അത് കുഴിച്ചാൽ നല്ല ഉണ്ടാവും കേട്ടോ. ഇത് പിന്നെ ഒരു വെറൈറ്റി ചെടി കേട്ടോ. നമ്മൾ ഈ തെങ്ങിൻ്റെ ഓലൻ്റെ ഒക്കെ മാതിരി ഉണ്ട് കേട്ടോ കാണാൻ. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. പെരൻ്റെ ഉള്ളിലൊക്കെ നല്ല രസവും കാണാൻ. ഇത് പിന്നെ പണ്ടത്തെ ചെടി കേട്ടോ. ഞാൻ ചെറിയ കുട്ടിയെന്ന ടൈമിലൊക്കെ ചുണ്ടോപ്പിയാണ് അടക്കം ചുണ്ടും വെട്ടിയത്. ഞാൻ മില്ലിൽ പോയപ്പോൾ അവിടുന്ന് കണ്ടപ്പോൾ അങ്ങനെ അതിൻ്റെ വിത്ത് കൊടുത്തിട്ട് പാകിയതായിരുന്നു കേട്ടോ. പിന്നെ മേലെ അടിച്ചൊരു തുറക്കാൻ വേണ്ടി കയറിയപ്പോൾ ഞങ്ങളെ റൂമിൽ ആദ്യം കറക്റ്റൊക്കെ പൊന്തിച്ച് ജനാലൊക്കെ തുറന്നിട്ടിട്ടാ. ഭയങ്കര ചൂടല്ലപ്പോൾ. അപ്പോൾ അങ്ങനെ കാറ്റും എന്നൊക്കെ വെളിച്ചം വന്നോട്ടെ വെച്ചിട്ട് ജനാലൊക്കെ തുറന്നിട്ട് മേലെ ആദ്യം അടിച്ചോരി പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ മേലെ മുഴുവനായിട്ട് തുടച്ചിട്ടിട്ടോ. അങ്ങനെ പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം പിന്നെ തുടച്ചിട്ടാൽ അതേമാതിരി വൃത്തിയിൽ അവിടെ കടന്നോളും. പിന്നെ അങ്ങനെ ചവിട്ടിയൊക്കെ ഇട്ട് പിന്നെ വന്നിട്ട് ചായ കുടിച്ചാൽ നിന്നിട്ട് ലാലു കടയിൽ പോകാൻ നിൽക്കണം. അപ്പോൾ ലാലുവിൻ്റെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഞാനോ ഒട്ട് പുട്ട് തിന്ന് തീർക്കണ്ടേ വെച്ചിട്ട് ഇങ്ങനെ പുട്ട് കുഴക്കുമ്പോണ്ട് ലാലു എത്ര കട്ടെന്ന് വെച്ചാൽ ലാലുവിൻ്റെ പുട്ടും കൂടി ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ പിന്നെ രണ്ടുള്ള ചാടിയൊക്കെ കഴിഞ്ഞ് ലാലു കടയിലും പോയി. പിന്നെ ഞാൻ അടുക്കളയിൽ റാക്കിൻ്റെ തൊട്ടുള്ള പാത്രങ്ങളും വിളക്കൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെ പിന്നെ അവിടെ തുടച്ചിടുന്നു കേട്ടോ. പിന്നെ രാവിലെ ഒരു കഥ കേൾക്കാരട്ടെ. ലാലുവിന് കടയിൽ പോകാൻ ചോറും കൂട്ടാനും ഉണ്ടാക്കലും പണി വെച്ചാലും തിരക്ക് കേൾക്കാരട്ടെ. എന്തായാലും പണി 9:10 മണിയാകുമ്പോൾ പണികളൊക്കെ കഴിയും കേട്ടോ. രാവിലെ ഒരു പൊരിച്ചിലാണെങ്കിലും പിന്നെ ഫുൾ ടൈം കറുത്ത് വരുത്തും പോണമക്കളി ഉറക്കൊക്കെ ആയിട്ട് അങ്ങനെ കൂട്ടും. അങ്ങനെ എന്തായാലും ഇതിൻ്റെ ഉള്ളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടതിന് ശേഷം വേണം ബാക്കി പണികളൊക്കെ നോക്കാൻ കേട്ടോ. അൽമാറൻ്റെ ഉള്ളത്തെ തുടക്കം കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ അടിച്ചു വരാൻ നിന്ന്. കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ തുടച്ചെടുത്ത കച്ചറകൾ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ആ കച്ചറകളൊക്കെ കൂട്ടി ഇതാക്കി വെച്ചിട്ട് ആദ്യം അത് തുടച്ചിട്ടതിന് ശേഷം അടിച്ചുവരിയത്. അടിച്ചുവരൽ കഴിഞ്ഞ് പിന്നെ തുടയും കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ഞാൻ രാവിലെ തന്നെ മേലെ അടിച്ചുവരി തുടച്ചിട്ടാട്ടോ താഴെ അടിച്ചുവരി തുറക്കലുള്ളൂ. മേലെ പിന്നെ അല്ലാതെ ഉപയോഗിക്കില്ലല്ലോ. ലാലു കടയിൽ പോയി പിന്നെ ആരും മേലെ കയറില്ലല്ലോ, ഞാനൊരാളെത്തക്കില്ല. അപ്പോൾ താഴത്തെ പണികളും കൂടി കഴിഞ്ഞിട്ടാട്ടോ മേലേക്ക് കയറൽ. പിന്നെ പുറത്ത് ബാത്റൂമിൻ്റെ അവിടെ ഇങ്ങനെ വാഷിംഗ് മെഷീൻ ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ അവിടെ അതേമാതിരി ടൈസ് ഇട്ടിക്കണം. അപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ട് ആകെ ചെളിയായിട്ട് പിന്നെ അവിടെ വെള്ളം കൂട്ടി അടിച്ച് തുടക്കിയെന്നിട്ടാ. പിന്നെ തിരുമ്പാണ്ടായിരുന്നു. തിരുമ്പലൊക്കെ കഴിഞ്ഞ് തോരയിട്ടാ നേരം 9 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ചൂടിട്ടാ. ഇപ്പോഴത്തെ ചൂടൊന്നും സഹിച്ചില്ല. തോരയിടൽ കഴിഞ്ഞ് കയറിയപ്പോൾ പാലുംകാരൻ പാൽ കൊടുക്കുന്നു കേട്ടോ. അതൊന്ന് കവറിൽ വെച്ചാൽ 2 ഗ്ലാസ് പാലുണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഉമ്മാക്കും പാൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ പാലൊക്കെ എടുത്ത് വെച്ച് കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ വർക്ക് ചെയ്യായിരുന്നു കേട്ടോ. ഇത് പിന്നെ സിമ്പിളായിട്ടുള്ള വർക്ക് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി വർക്ക് കേട്ടോ. ഇപ്പോൾ സ്കൂൾ പോയിട്ടൊക്കെയല്ല. അപ്പോൾ ഏതായാലും കുട്ടികൾ വെറുതെ തെണ്ടി നടന്നിട്ട് വികൃതി തട്ടിയൊക്കെ നടക്കില്ല. അപ്പോൾ ഓലക്കൊണ്ടൊക്കെ ചെയ്യിച്ചാൻ പറ്റിയൊരു വർക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വർക്കൊക്കെ ചെയ്യൽ കഴിഞ്ഞ് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറ് തിന്നാൻ പോയത്.
പിന്നെ മത്തിയും പൊരിച്ചതും ഉണ്ടായിരുന്നു, നല്ല മാങ്ങ അച്ചാറും പിന്നെ വെള്ളരിക്ക കറി. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിൽ വന്ന് കിടക്കാൻ വേണ്ടി വന്നപ്പോൾ റൂം ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ ജനലൊക്കെ അടച്ച് കർട്ടനൊക്കെ താത്തിയതിന് ശേഷം പിന്നെ അങ്ങനെ സുഖമായിട്ട് കടന്നു കേട്ടോ. പിന്നെ റിമോട്ടുള്ള കാരണം കടന്നിട്ട് തന്നെ ഓണാക്കലോ ഓഫാക്കലൊക്കെ കേട്ടോ. പിന്നെ ആ ഒരു മെനക്കെടില്ലല്ലോ. ഉച്ചക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഒരു തലവേദന ആവും. അങ്ങനെ ഉറങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായയൊക്കെ വന്നിട്ട് അപ്പോൾ ആദ്യം വെള്ളം വെച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട്, കാരണം എന്താ വെച്ചാൽ വേഗം തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ ചായ തിളച്ചതിന് ശേഷം ചായപ്പൊടി കെട്ടിയതിന് ശേഷം പിന്നെ ഇത്തിരി തിളക്കണമല്ലോ, ഒന്നും ഇങ്ങോട്ട് തിളക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായയും ബേക്കറിയൊക്കെ കൂട്ടിയിട്ട് ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ തിരുമ്പി എടുത്താക്കാൻ വേണ്ടി മുറ്റത്തൊക്കെ ഇറങ്ങി. അങ്ങനെ തിരുമ്പിയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ തറവാട്ടിൽ പോയപ്പോൾ അവിടെ കുട്ടികൾ സൈക്കിൾ ഓടിച്ച് കളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു പുതിയ സൈക്കിൾ ഓടിച്ചാണ്. പിന്നെ ഇതിനെക്കാട്ടും വലിയ സൈക്കിളായതുകൊണ്ട് പിന്നെ ഞാൻ ഒപ്പിച്ചുകൊണ്ട് ഓടിച്ചിട്ടാ. പിന്നെ രാത്രി മരുമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് തിരുമ്പി എടുത്തേക്കാണ്ടായിരുന്നു, അതായത് മടക്കി എടുത്തേക്കാണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ മടക്കി എടുത്തേക്കണ തിരക്കായിരുന്നു കേട്ടോ. ഇതെത്ര മടക്കി വെച്ചാലും പിന്നെ കുറച്ച് ദിവസത്തിന് കൽമാറ വൃത്തി നിൽക്കുള്ളൂ. പിന്നെ അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ട് വാരി വലിച്ചിട്ടിട്ടൊക്കെ ആവട്ടാ. ഒരാറ ലാലുവിൻ്റെ ഒരാറ എൻ്റെ ആടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ലാലുവിൻ്റെ പോയിട്ട് എന്തെങ്കിലും തപ്പും, ലാലുവിൻ്റെ വന്നിട്ടും തപ്പിട്ടാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി വലിച്ചിടുമല്ലോ. പിന്നെ ഞാൻ കടന്ന് എഡിറ്റ് ചെയ്തപ്പോൾ ഉണ്ട് ലാലു വന്നപ്പോൾ കോൺ ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ടാ. പിന്നെ അതൊക്കെ നല്ല രസമുള്ള ഐസ്ക്രീം ചെയ്യുന്നിട്ടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ മട്ടി നോക്കിയിരിക്കുന്നത് വെച്ചാൽ ലാലു ഇങ്ങനെ ക്രിക്കറ്റ് കളി കാണലുണ്ട് കേട്ടോ രാത്രി. അപ്പോൾ അങ്ങനെ ലാലു ഇങ്ങനെ ചോറുന്നപ്പോൾ ഇരുന്ന് കാണും. അപ്പോൾ ഞാനും ഇങ്ങനെ അന്തം വിട്ട് നോക്കാം. പക്ഷേ എനിക്ക് കളിനെ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കട്ടോ. ലാലു എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവണില്ല. പിന്നെ അങ്ങനെ നേരം പോണ്ടേ വെച്ചിട്ട് അവൻ ഇങ്ങനെ നോക്കിയിരുന്ന് അങ്ങനെ ചോറ് നട്ടാം. ലാലുവിൻ്റെ തീറ്റൊക്കെ കഴിഞ്ഞ് തുടങ്ങി. ഞാനപ്പോൾ തിന്നായിരുന്നിട്ടുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ലാലു അവിടെ ഇരുന്ന് കളിയാണേന്ന്. ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ മുറികളൊക്കെ അങ്ങനെ മുറിക്കണൊക്കെ തിരക്കിലേന്നിട്ടാം. നമുക്ക് പിന്നെ പെണ്ണുങ്ങൾ പൊതുവേ നേരം വെളുത്ത് ഇത് വെച്ചുണ്ടാക്കാൻ തിന്നാൽ പത്രം മുറ തന്നെ ഒരു പരിപാടിയല്ലേ. വേറെ വിസരിച്ച് പണിയൊന്നുമില്ലല്ലോ പെരയിലിരിക്കണവരാകുമ്പോൾ. അങ്ങനെ പിന്നെ അതൊക്കെ മോറി എടുത്ത് വെച്ചിട്ടാണ്. പിന്നെ പാത്രങ്ങളൊക്കെ ഒതുക്കി പെറുക്കി എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ പാൽ കുടിച്ചാൻ വേണ്ടി നിന്നിട്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കൽ വെച്ചിട്ടല്ല ഷോയിൽ പാൽ ഒഴിച്ചതാണ്. അതാണല്ലോ പകുതി പുറത്ത് പോയി. എത്ര നല്ല പോലെ ഒഴിച്ചാലും കാണാൻ പകുതി പുറത്ത് പോകണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ എൻ്റെ കെട്ടിയവൻ്റെ വീട്ടിലത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോ ഇഷ്ടമെന്ന് വെച്ചാൽ പറയേണ്ടിട്ടാ. എനിക്ക് പറ്റണമെങ്കിൽ എന്തായാലും വീഡിയോ ചെയ്യാം. പിന്നെ പോയി കിടന്നുറങ്ങട്ടെ.